എവ്രിവൺ, ഷാലോം കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നത് നാവു തന്നെ. പ്രഭാഷകൻ 5:13. അതേ കൂട്ടുകാരി, നാവിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നവന് എപ്പോഴും ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ആവണമെങ്കിൽ നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് ഹൃദ്യസ്ഥമാക്കണം. നല്ല ആശയങ്ങളുമായി സുനിത സിസ്റ്റർ എത്തിയിട്ടുണ്ട്. നമുക്ക് കേൾക്കാം, കാണാം, ഹൃദ്യസ്ഥമാക്കാം സിസ്റ്ററിന്റെ ആ നല്ല ആശയങ്ങൾ. അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികളിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. ഭൂമിയിലെ ചിറകില്ലാത്ത മാലാഖമാർ അറിയാവോ? ആരാ ഭൂമിയിലെ ചിറകില്ലാത്ത മാലാഖമാർ? വിശുദ്ധരാണ്. ഓക്കെ, വിശുദ്ധരാരാ? നമ്മളോടൊപ്പം നമ്മളെപ്പോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് എന്നാൽ അസാധാരണ വിധം ജീവിച്ച് അസാധാരണ കാഴ്ചകളൊക്കെ കണ്ട് ജീവിച്ച് ഈശോയോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്നവരാണ് വിശുദ്ധര്. ഫോർ എക്സാമ്പിൾ, വിശുദ്ധർക്ക് ഒരു 5 വിശുദ്ധരുടെ ഉദാഹരണം പറഞ്ഞേ നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. 5 വിശുദ്ധരെ നമ്മൾ വീട്ടിൽ ചില പടങ്ങളൊക്കെ കാണും, പള്ളിയിൽ കാണും. അപ്പോൾ കമോൺ പറഞ്ഞോ, സിസ്റ്റർ കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 ഡോൺ ബോസ്കോ, 2 വിശുദ്ധ അൽഫോൻസാമ, 3 വിശുദ്ധ ഡാമിയൻ, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ അമ്മ ത്രേസ്യ, അങ്ങനെ 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 ലാലല കുറേ വിശുദ്ധന്മാരുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പം സബാഷ്, ഇതുപോലുള്ള വിശുദ്ധരെ ഗണത്തില് നമുക്കും ചേരണ്ടേ? വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധരോടൊപ്പം അസാധാരണ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ജീവിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ സൂത്രവാക്യം സിസ്റ്റർ പറഞ്ഞുതരാം അല്ലെ. സ്കൂളിലൊക്കെ സൂത്രവാക്യം പഠിക്കുമല്ലോ, ഇതുപോലെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു സൂത്രവാക്യം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. EDT. എന്താ EDT? E എന്ന് പറഞ്ഞാൽ ഐസ്, D എന്ന് വെച്ചാൽ ഡ്രസ്, T എന്ന് പറഞ്ഞാൽ ടങ്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണടക്കം, മുണ്ടടക്കം, നാവടക്കം. എങ്ങനെയാ? കണ്ണ അടക്കം, മുണ്ടടക്കം, നാവടക്കം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിശുദ്ധരെ പോലെ അസാധാരണ കാഴ്ചകൾ കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം സിസ്റ്റർ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യത്തെ എന്താ? ഐസ്, കണ്ണടക്കം. കണ്ണടക്കം വചനത്തിൽ എന്താ പറയണത്? മത്തായി 6:22-23 പറയുന്നത്, കണ്ണ് ശരീരത്തിൻ്റെ വെളിച്ചമാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അല്ലേ. അപ്പൊ കണ്ണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിൽ ഈ പാപം കടന്നു വരുന്നത് എങ്ങനെയാ? ഈ കണ്ണിലൂടെയാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുവാണ്, നമ്മൾ വീഡിയോ ഗെയിം ആയിരിക്കും, ചിലപ്പോൾ PUBG ആയിരിക്കാം, ഫ്രീ ഫയർ ആയിരിക്കാം നമ്മൾ കളിക്കുന്നത്. അപ്പോൾ കളിക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ കാണുവാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പം പിന്നെ ഒരാളെ കൊള്ളണം, ഷൂട്ട് ചെയ്യണം. കുറേ പേരെ ഷൂട്ട് ചെയ്താൽ കുറേ മാർക്ക് കിട്ടും, നമുക്ക് കോയിൻസിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ നമ്മളെയും കൊല്ലാൻ വേണ്ടി ആൾക്കാർ നിൽക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് വീഴ്ത്തണം. അപ്പോൾ നമ്മളെ ഇമോഷൻസ് കണ്ടോ, അവനെ കൊല്ലണം, അവനെ വെടിവെച്ച് ചോര ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹൃദയം നമ്മളെ കണ്ട് നമ്മുടെ ചിന്തയായി കൊല്ലണം. അവരെല്ലാം തകർത്താലേ എനിക്ക് നേട്ടം കിട്ടും, എനിക്ക് കോയിൻസ് കിട്ടും, എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇനി ക്രമേണ എന്നാ ചെയ്യും? നമ്മളെ ജീവിതത്തിൽ അമ്മ വിളിക്കുവാണ്, മോനെ ഭക്ഷണം കഴിക്കാൻ പോയി, നീ എത്ര നേരമായതേ ഈ സുനാപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, പറയാം എനിക്ക് വേണ്ട, ഞാൻ വരുമ്പം കഴിച്ചോളാം. കണ്ടോ സിസ്റ്ററിൻ്റെ ഭാവം മാറിയത് കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അമ്മേ പ്ലീസ് എനിക്ക് വേണ്ട, ഇപ്പം അമ്മ എനിക്ക് വേണ്ട, നമ്മൾ ഇമോഷൻസ് മാറും. അപ്പോൾ കണ്ണ് കാണുന്നത് അത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കും, വാക്കുകളെ സ്വാധീനിക്കും, പ്രവൃത്തിയെ സ്വാധീനിക്കും, പിന്നെ അതൊരു ശീലമായി മാറും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് പിന്നെ നമ്മളെ വിധികർത്താക്കളായി മാറും. അതുകൊണ്ട് കണ്ണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ ചതിക്കും, ചതിക്കുഴിയിൽ വീഴ്ത്തും. കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ട, അതെല്ലാം സത്യമാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടീച്ചർ വടിയും കൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? എൻ്റെ അമ്മോ, ആ ടീച്ചർ അടി തരും, ഭയങ്കരിയാണ്, ശരിയല്ല, ആ ടീച്ചർ ശരിയല്ല എന്നല്ലേ വിചാരിക്കും. പക്ഷെ ആ ടീച്ചർ പാവം, നമ്മളെ ബോർഡിൽ എഴുതിയത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിരിക്കും ടീച്ചർ കൊണ്ടുവന്നത് അല്ലേ. കണ്ടോ, കണ്ണ് ചതിക്കുന്നത് കണ്ടോ? അപ്പം നമ്മൾ കാണുന്നതെല്ലാം ശരിയാകണമെന്നും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ തന്നെ കണ്ണ് സൂക്ഷിക്കണം.
കാണേണ്ടവ മാത്രം കാണണം. ഈശോപ്പോട് പറഞ്ഞാൽ ഈശോയെ എൻ്റെ കണ്ണ് അങ്ങയുടെ രക്തം കൊണ്ടൊന്ന് കഴുകി സെറ്റാക്കി വിശദീകരിച്ച് തരണമേ എന്ന്. അപ്പം എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ രണ്ടാമത്തെ എന്നാ ഡ്രസ് മുണ്ടടക്കം. മുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ കുഞ്ഞുമക്കളെ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നടന്നു വരുവാണെങ്കിൽ ആ വ്യക്തിയുടെ പഠിപ്പോ വിദ്യാഭ്യാസമോ കഴിവോ കുടുംബ മഹിമയോ നോക്കിയല്ല അയാളെ നമ്മൾ വിലയിരുത്തുന്നത്. അയാളുടെ വസ്ത്രധാരണത്തിലൂടെയാണ് നമ്മൾ മനുഷ്യന്മാർ ആദ്യം വിലയിടുന്നത്. അയാൾ എങ്ങനെയാണ്, എപ്രകാരമായിരിക്കും, നല്ല മനുഷ്യനാവോ, ചീത്തയായിരിക്കോ, വിശുദ്ധനായിരിക്കോ, ദുഷ്ടനായിരിക്കോ എന്നൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അയാളുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിസ്റ്റർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു സന്ധ്യയ്ക്ക് സന്ധ്യ സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ചേട്ടൻ കയ്യിൽ കുറേ മാലകൾ ചുറ്റി, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി, പക്ഷേ വൃത്തിക്ക് കോതിയൊന്നും വെച്ചിട്ടില്ല, എങ്ങനെയൊക്കെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് കളിച്ച്, ഓക്കെ, പിന്നെ ഒരു ടീഷർട്ട്, ഒരു കറുത്ത ടീഷർട്ടിൽ ആ ഫ്ലൂറസെൻ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു തലയോടിൻ്റെ പിക്ചർ എങ്ങനെയുണ്ട്, തലയോടിൻ്റെ പിക്ചർ വെച്ച് ഡേഞ്ചർ എന്ന് താഴെ ഒരു ക്യാപ്ഷൻ പോലെ എഴുതി വരുവാണ്. ജിലായിട്ട് നിങ്ങളെ നോക്കി വരുവാണെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ തോന്നുന്നത്? ഹൃദയ ബീറ്റ് കൂടും അല്ലേ? ടിപ്പ് അളവിൻ്റെ എണ്ണം കൂടും. എൻ്റെ അമ്മോ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈശോയെ എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോകും അല്ലേ? ഇനി ഇതേ സമയത്ത് പക്ഷെ ആ ചേട്ടൻ അയ്യോ പാവമായിരിക്കും, പുള്ളിയുടെ ഡ്രസ്സിങ് അങ്ങനെ ആയിപ്പോയി. പക്ഷെ കണ്ടോ നമ്മൾ വിലയിരുത്തിയത്. രണ്ടാമത് ഒരു ചേട്ടൻ അതേ സമയത്ത് വേറെ നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മീശയും താടിയൊക്കെ വെട്ടി ഒരുക്കി നല്ല നീറ്റ് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിൽ ഒരു ജപമാലയോ ഒരു ബൈബിളൊക്കെ കയ്യിൽ പിടിച്ച് വന്നാൽ എന്നാ ചെയ്യും? നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവും അല്ലേ? നമുക്ക് ആ ചേട്ടൻ നമ്മളെ നോക്കിയത് കൊണ്ടോ അടുത്തുകൂടി കടന്നു പോയത് കൊണ്ടോ നമുക്കൊരു പ്രശ്നവും തോന്നത്തില്ല. പക്ഷെ അവരുടെ വിദ്യാഭ്യാസം കണ്ടോ, അവരുടെ ക്വാളിഫിക്കേഷൻ, ജോലിയോ കുടുംബമോ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. അതിനു മുമ്പേ നമ്മൾ വിലയിരുത്തി. അതുകൊണ്ട് എൻ്റെ പ്രിയ കുട്ട, നമ്മളെ ഡ്രസ്സിങ് നീറ്റായിരിക്കണം, മാന്യതയുള്ള ഡ്രസ്സിങ് ആയിരിക്കണം. ആർക്കും ഒരു ഉതപ്പോ അയ്യേ കണ്ടോ ആ കൊച്ചിനെ കണ്ടോ എന്ത് വൃത്തിയാണ് എന്ന് പറയേണ്ട അവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കരുത്. ഇനി ഇതെങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും? ഞാൻ മാന്യതയുടെ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത്, അല്ല കുഴപ്പമാണോ, ഇത് മറ്റുള്ളവർക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? ഒരു സിമ്പിൾ സിസ്റ്റർ പറഞ്ഞുതരാം. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് ചേച്ചിയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയി ചോദിക്കണം, ഇതെങ്ങനെയുണ്ട്, സൂപ്പറാണോ, കൊള്ളാവോ, ഉഷാറുണ്ടോ, ഒരു ഗുമ്പ് ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. അപ്പം അമ്മ പറയും, അമ്മ ഓക്കെ, വെൽ ഡൺ, ഗുഡ്, ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇട്ട് എവിടെ ലോകത്തിൻ്റെ അക്കരെ വരെ വേണമെങ്കിലും പോവാം. ഓക്കെ. ഇനി പെൺകുട്ടികൾ എന്നാ ചെയ്യണം? നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? അപ്പൻ്റെ അടുത്തോ ചേട്ടായിയുടെ അടുത്തോ പോയി നിന്ന് ചോദിക്കണം, ചേട്ടാ പപ്പായേ ഇതെങ്ങനെയുണ്ട്? അപ്പോൾ അവർ ഓക്കെ അടിച്ച് വിടുവാണെങ്കിൽ പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പോൾ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് മാന്യതയുടെ സഭ്യമായിട്ടുള്ള വസ്ത്രധാരണമാണെന്ന്. ഇനി പള്ളിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, ആൺകുട്ടികൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരി സൈഡിൽ വെച്ചേക്കണം. ഈശോയുടെ അടുത്ത് തൊപ്പിയൊക്കെ വെച്ച് പോരുത്. നമ്മൾ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി മാറ്റി വെക്കണം. ഇനി പെൺകുട്ടികളാണെങ്കിലോ മാലാഖ കുട്ടിമാരെ പോലെ തലയിൽ നമ്മൾ ആ സ്കാർഫോ ചുരിദാറിൻ്റെ ഷോളോ ഒക്കെ ഇട്ട് ഭവ്യതയോടെ പോയി നിൽക്കണം. അപ്പോൾ രണ്ടാമത്തത് സെറ്റായി. എന്താ? മുണ്ടടക്കം, ഡ്രസ് കോഡ് നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തെ സിസ്റ്റർ എന്താ പറഞ്ഞേ? കണ്ണടക്കം, മുണ്ടടക്കം, നാവ്. പല സെഷനിൽ സിസ്റ്റർ പറഞ്ഞായിരുന്നു നാവിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കുവാണ്, നല്ലത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ആരുടെയും കണ്ണീര് വരുത്തുന്ന വാക്കുകളൊന്നും ഞാൻ പറയത്തില്ല, പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള വാക്കുകളെ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ പ്രഭാഷകൻ 23:8 പറയുന്നുണ്ട്, പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ നാവുകളാണ്. അപ്പോൾ നമുക്ക് പ്രഭാഷകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ വാക്കൊരു കാവൽക്കാരനും എൻ്റെ ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് കൊണ്ട് നശിച്ചു പോവുകയോ ചെയ്യില്ലായിരുന്നു. ഈശോപ്പാ, ഒരു കാവൽക്കാരനെ ഇവിടെ ഏർപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു ഗുരുവാണ് CMI സഭാംഗമായ തോട്ടാനച്ചൻ. നല്ല വിദ്യാർത്ഥികളായി മാറാനും വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വളരാനും സഹായിക്കുന്ന ഷാലോം കിഡ്സിന്റെ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് നമുക്ക് പോയാലോ? ലെറ്റ്സ് കം. തോട്ടാനച്ചനും കുട്ടികളും. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം അല്ലേ?
അതല്ലേ നല്ലത്. ഓക്കെ, അപ്പോ ഇന്ന് ആരാ സംശയം ചോദിക്കുന്നത്? ഞാനാണോ? ആ, മോൻ എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കേ. അച്ഛാ, ഇന്നേ ഞങ്ങളുടെ സയൻസ് ക്ലാസ്സിലെ ആകാശവും ഭൂമിയും ഉണ്ടാകുന്ന കുറിച്ചുള്ള തിയറി പഠിപ്പിച്ചു. ഓ, ഡാർവിന്റെ തിയറിയെ കുറിച്ചായിരുന്നു പഠിപ്പിച്ചത്. എവല്യൂഷൻ തിയറി. ഓക്കെ മോനെ, എന്നിട്ട് എന്ത് തോന്നി? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തില് 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുന്നില്ലേ? ഓ, ദൈവം 6 ദിവസം കൊണ്ടാണ് സൃഷ്ടികർമ്മം നടത്തിയത്. 7ാമത്തെ ദിവസം എന്താ ചെയ്ത ദൈവം? എന്നിട്ട് വിശ്രമിച്ചു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഡാർവിന്റെ തിയറി എന്നുള്ള പുസ്തകം. ഏതാണോ ശരി? ഓ, അതാണ് ഇപ്പൊ പ്രശ്നം. സയൻസ് പഠിച്ചപ്പോ ബൈബിൾ ആണോ ശരി, സയൻസ് ആണോ, ഡാർവിന്റെ എവല്യൂഷൻ തിയറി ആണോ ശരി എന്നുള്ളതാണ് പ്രശ്നം. മോനെ, എവല്യൂഷൻ തിയറിയിൽ പറയുന്നത് ആദ്യം ഒരു ജീവാണു ഉണ്ടായി, അത് പിന്നെ പരിണാമം സിദ്ധിച്ച് വളർന്നു വലുതാവണ പോലെ അത് മാറി മാറി പല പല കാലഘട്ടത്തിലെ പല പല ജീവികളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടു. അങ്ങനെ മനുഷ്യനും രൂപപ്പെട്ടു വന്നു കുരങ്ങനിൽ നിന്നൊക്കെയാണ്. ഓക്കെ, ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം അച്ഛൻ ആദ്യം ഒരു കൊച്ചു സംശയം തിരിച്ചു ചോദിച്ചോട്ടെ. ഡാർവിൻ പറയുന്നു ആദ്യം ഒരു ജീവാണു ഉണ്ടായെന്ന്, അല്ലേ? അതാരാ സൃഷ്ടിച്ചേ? അത് ഡാർവിൻ പറയണില്ല ദൈവം സൃഷ്ടിച്ചു എന്ന്. അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങനെ ഒരു ഹൈപ്പത്തോത്തിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. അങ്ങനെ ഒരു സിദ്ധാന്തം പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ സയന്റിഫിക് ആവോ? അത് അവിടെ തന്നെ സയന്റിഫിക് ആണെന്ന് പറയുന്ന ശാസ്ത്രത്തിന് പരിമിതി വന്നു. ദൈവം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ സത്യത്തിൽ അത് കഥാരൂപത്തിലൊക്കെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വാചകാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. മിത്തിക്കൽ എന്ന് പറയും. അതിൻ്റെ ഉള്ളിലെ വിശ്വാസ സത്യങ്ങൾ എന്തൊക്കെയാ? വിശ്വാസ സത്യം ദൈവമാണ് ഇതെല്ലാം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകട്ടെ എന്നുള്ള വചനം ഉപയോഗിച്ച് എല്ലാം സൃഷ്ടിച്ചത്. വചനം കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ആത്മാവിനെ ദൈവമാണ് വിശ്വസിപ്പിച്ചത്. ഇങ്ങനെയുള്ള സത്യങ്ങൾ നമ്മൾ അത് വിശ്വസിക്കണം. ഇനി ശാസ്ത്രം ഇതിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചോട്ടെ. സഭയുടെ നിലപാട് അതാണ്. അതൊക്കെ നല്ല കാര്യമായിട്ടാണ് സഭ ഇന്നും വിചാരിക്കുന്നത്. സഭ കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ തിയറികളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ വിലയിരുത്തി പഠിക്കും. എന്നിട്ട് എന്തുമാത്രം അതിൽ ശരിയുണ്ട്, കുറവുകളുണ്ട് എന്നുള്ളത് പഠിപ്പിച്ചു തരും നമുക്ക്. അപ്പോൾ പഠിക്കുമ്പോഴേക്കും നമ്മൾ ബൈബിള് തള്ളിപ്പറയൊന്നും വേണ്ട. ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യത്തെ 13 അധ്യായം വരെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മക്കളെ, അത് കഥാരൂപത്തിൽ മിത്തിക്കലായിട്ട് എഴുതി വച്ചിരിക്കുന്ന അത് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള സത്യങ്ങൾ ഗ്രഹിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് വരട്ടെ, നമുക്ക് സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വേറൊരു സിദ്ധാന്തം ഉണ്ടല്ലോ. ഇന്ന് ശാസ്ത്രീയമായിട്ട് കുറേ സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സിദ്ധാന്തവും പൂർണ്ണതയില്ല. വേറെ ആർക്കെങ്കിലും അറിയോ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം? ആ, എന്നാ പറഞ്ഞു മോനോ. അത് ആദ്യം ഇവിടെ ഒരു ആറ്റം ഉണ്ടായി. ആദ്യം ഒരു ആറ്റം ഉണ്ടായിരുന്നു. അതാരുണ്ടാക്കിയേ? ദൈവം നമ്മൾ പറയുന്നു. അത് തിയറിയിൽ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അത് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കല്പികമായ ഒരു കൺസെപ്റ്റ്, അത് ശരിയല്ലല്ലോ. ശാസ്ത്രത്തിന് മുഴുവൻ അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ശാസ്ത്രം ഇനിയും വളരട്ടെ, വലുതാവട്ടെ. വിശ്വാസം ശാസ്ത്രീയമായ തത്വപരമായ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് മേലെയാണ് മക്കളെ. അത് നമുക്ക് ദൈവം തരുന്ന ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് ആത്യന്തികമായിട്ട് ഒരു കാര്യം ബോധ്യം ഉണ്ടാവണം. ഇതെല്ലാം സൃഷ്ടിച്ചതിൻ്റെ രഹസ്യങ്ങൾ നമുക്കറിയില്ലെങ്കിലും സൃഷ്ടിച്ചത് ദൈവമാണ്. അത് 6 ദിവസം എന്നുള്ളത് ചിലപ്പോൾ 6 നൂറ്റാണ്ടുകളാവാം. നമുക്കറിയില്ല അതൊന്നും. കഥാരൂപത്തിൽ എഴുതിയേക്കുന്നു. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഇതിൽ നമ്മുടെ വിശ്വാസം, വിശുദ്ധ ഗ്രന്ഥാടിസ്ഥിതമായ വിശ്വാസം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് വന്നതാണെന്നൊന്നും നമുക്ക് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമില്ല. അത് തെളിയിക്കപ്പെടട്ടെ. ഇനിയിപ്പോൾ മനുഷ്യനിൽ നിന്ന് വേറൊരു ജീവി ഉണ്ടാവുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പം നമുക്ക് അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകളോണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളോണ്ട് ഉണ്ടാവുന്നതാണ് ഈ പരിണാമം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഫോസിലുകൾ തെളിവുകൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ തെളിവുകളൊക്കെ ആയിട്ട് സൂചകങ്ങളായിട്ടൊക്കെ കുറേയൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ പൂർണ്ണമായി ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിനൊന്നും കോട്ടം പറ്റണ്ട. ഓക്കെ, ക്ലിയർ ആയപ്പോൾ? അപ്പോൾ ധൈര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചോ. ആദ്യത്തെ 13 അധ്യായങ്ങൾ ഒരിക്കലും വാചകാർത്ഥത്തിൽ വിശ്വസിക്കണമെന്നില്ല. അതിൻ്റെ രത്ന ചുരുക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായതല്ലെങ്കിലും വിശ്വാസപരമായ സത്യപരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാം. ആർ യു റെഡി? ഇപ്പൊ മോന്റെ സംശയം ഒരുവിധം മാറി, കുറേയും കൂടി ബൈബിളിലും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ വിശ്വാസമായില്ലേ? ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സയൻസ് ഒക്കെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ തരത്തിലുള്ള സംശയങ്ങളൊക്കെ മാറ്റപ്പെടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് കൂടി അച്ഛൻ ആശംസിക്കുന്നു. ഈ എപ്പിസോഡ് അതിന് സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംശയങ്ങളായിട്ട് കടന്നു വരുന്നത് വരെ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശാസ്ത്രീയ വിദ്യാർത്ഥികളായി തീരാനും ഒപ്പം ദൈവവിശ്വാസികളായി നിലനിൽക്കാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇന്നുന്നയിച്ച സംശയം നിങ്ങളുടെയും കൂടെ ആയിരുന്നില്ലേ? അതിനുള്ള കൃത്യമായ ഉത്തരം അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ഇത് മറക്കാണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 3ാമത്തെ സെഗ്മെന്റിലേക്ക് പോകാം. നമ്മുടെ ഈ ഷോയിനെ പാടി സ്തുതിക്കാം. ലെറ്റ്സ് കം. ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ എൽറ്റ മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.